സമയമായോ? എന്തിനാ ചേട്ടൻ വന്നത്? ഡോക്ടറെ കാണാനാണോ? എന്തിന്? ഞാൻ വന്നത് നിന്നെ കാണാൻ. എന്നെ കാണാനോ? ഞാൻ രാവിലെ ചേട്ടന്റെ മുമ്പിൽ കൂടല്ലേ വന്നത്? അതെ, പലപ്പോഴും നീ എന്റെ മുമ്പിൽ കൂടി നടക്കാറുണ്ട്. ഇനി എന്റെ പുറകെ ഒന്ന് നടന്നുകൂടെ എന്നറിഞ്ഞാൽ കൊള്ളാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചേട്ടാ. അത് പോട്ടെ, വീട്ടിൽ വെച്ച് രാധമ്മയോട് പറയണ്ടെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അതെന്ത് കാര്യം ചേട്ടാ? എന്തിനാണ് ആവശ്യമില്ലാതെ അന്യചെറുപ്പക്കാർ വീട്ടിലൊക്കെ വരുന്നത്? അതും അടുക്കള വിചാരിക്കാരുടെ മറ്റും. അയ്യോ ചേട്ടാ, ഒരിക്കലും ആ രവിച്ചേട്ടനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ തെറ്റിദ്ധരിക്കട്ടെ ധരിക്കാതിരിക്കട്ടെ, ലോകം എന്ത് പറയും അതാലോചിക്കും. ചിലപ്പോഴൊക്കെ അവിടെ വരും, അമ്മയോട് സംസാരിക്കും. പാവമാണ്. നിന്നോട് സംസാരിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്നെ അതിരറ്റ് സ്നേഹിക്കുന്നു. അത് നീ നശിപ്പിക്കരുത്. ഞാൻ പോകുന്നതിന് ശേഷം ദാസയുടെ ചേട്ടൻ വഴക്ക് പറഞ്ഞു. ഏയ്, ചേട്ടൻ ആള് മനസ്സിലാകാതെ പറഞ്ഞതാ. ആള് ഭയങ്കരനാ. അയ്യോ, നല്ല സ്വഭാവമാ. അത് ഈ പ്രായത്തിന്റെ തകരാറാ. മീശയുള്ള ആളുകളെ കണ്ടാൽ എല്ലാം നല്ലവരാണെന്ന് തോന്നും. പക്ഷെ എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടില്ല. അതും ഈ പ്രായത്തിന്റെ തകരാറാ. തങ്ങൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയുടെ ആങ്ങളെയെന്നോ കസിന്നോ ചേട്ടനെന്നോ കേൾക്കുമ്പോൾ അവരോടൊരു വെറുപ്പ് തോന്നും. ശരിയായിരിക്കാം. രാധ ചേട്ടനോട് സംസാരിക്കുമോ? എന്താ, ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകുമല്ലോ. ഓ, വീട്ടിൽ വെച്ച് കണ്ടാൽ പോരാത്തതുകൊണ്ട് അയാൾ ഡിസ്പെൻസറിയിലും വരുമല്ലേ? കണ്ടോ? കണ്ണുള്ളതുകൊണ്ട് ചിലതൊക്കെ കണ്ടുപോകുന്നു. ഓ, എന്തോ ഗർഭമുണ്ടല്ലോ. എന്താണ്? ഒന്നുമില്ല. എന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ, ഞങ്ങൾ സംസാരിക്കും, ചിരിക്കും, കളിക്കും. അതിനെന്താ? ഒന്നുമില്ല. ചേട്ടൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതുപോലെ പോരാ. എടി മണ്ടിപ്പെണ്ണേ, ചേട്ടനല്ല സാക്ഷാൽ ഈശ്വരൻ തന്നെ വന്ന് പറഞ്ഞാലും ശരി, എന്റെ ശ്രീകോവിലെ പ്രതിഷ്ഠ നീ തന്നെയാണ്. മനസ്സിലായോ? എനിക്ക് ഈ ഒരു വാക്ക് മാത്രം മതി. മരിക്കാനും എനിക്ക് മടിയില്ല. മരിക്കാനോ? മരിക്കുന്നുള്ള എനിക്കെന്തിനാ? എനിക്ക് ജീവിച്ചിരിക്കാൻ തയ്യാറുള്ളവള് മതി. ഞാൻ ജീവിക്കാം. സരസു, ഇന്നലെ കേശവൻ എത്ര ലാരി കല്ലെറിഞ്ഞെന്നാ പറഞ്ഞത്? ഞാൻ അറിഞ്ഞു. മീറ്റിന് എന്തോന്നാ അറിയുന്നത്? നിന്നോടല്ലേ അവൻ പൈസ വാങ്ങിക്കൊണ്ട് പോയത്? അല്ല, ഇത് ആരുടെ? ഗോപനോ? ഇനിയല്ലേ? കസ്തൂരി എവിടെ? ട്യൂഷൻ ഇരിക്കുന്നു. നീ വല്ല കഴിച്ചോ? ഞാൻ കാപ്പ് കുടിച്ചോണ്ടാ വന്നത്. ഞങ്ങൾ അവിടെ 2 ദിവസം താമസിച്ചിട്ടും നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ മലമ്പുഴ പോയിരുന്നു. നീ ഒരു നേരവും വീട്ടിലില്ലെന്ന് അമ്മ പറയുന്നത് കേട്ടു. അമ്മയെ രാധെ മാത്രമേ ഉള്ളൂ നിനക്ക് അറിഞ്ഞൂടി. നീ എന്തിനാ അങ്ങ് ഇങ്ങ് അലഞ്ഞു നടക്കുന്നു? വീട്ടിൽ തന്നെ കുത്തിയിരുന്ന വാദം പിടിക്കും. അങ്ങനെ പറയാളിയാ? നീ വാ. അയ്യോ, അവിടുത്തെ വേലയൊന്നും ഇവിടെ ഇറക്കിക്കളയല്ലേ. ഇത് പട്ടണമാണ്. പെൺപിള്ളാരൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ഒന്നളിയാ, കുറച്ചിലൊന്നും ഉണ്ടാക്കല്ലേ. പോ. ശരി, ആരോഗ്യത്തിന് നല്ലതാ. അതെ, കാലിതെറ്റി വീണെങ്കിൽ ആരോഗ്യം കാണാമായിരുന്നു. വീണാലോ? അത് കൊള്ളാം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ധീരതയോടെ കത്തിപ്പിഞ്ഞോടെടുത്ത് കീറി വെച്ച് കെട്ടി മടിയിലെടുത്ത് കിടത്തി വീശി മയക്കി. അയ്യോ, മതി. എന്നും ഇങ്ങനെ കാട്ടിലും വീട്ടിലും നടന്നാ മതിയോ? അമ്മാവനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട്. അച്ഛനോട് ചോദിച്ചാൽ, അച്ഛൻ സമ്മതിച്ചാൽ ഉടനെ വിവാഹം കഴിക്കണ്ടേ? നടക്കുന്നു. ചേട്ടന്റെയും ചേച്ചിയുടെയും സ്നേഹം കാണുമ്പോൾ അസൂയ തോന്നും. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും. ആരെ? ഈ ആളിനെ. എന്നെയോ? നിന്റെ കഴിച്ചിരിക്കുന്ന മാലയോടെ ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? വലിയ മോളുടെ മാല എടുക്കുമോ? അച്ഛൻ വന്നിട്ട് നാട്ടിലയക്കാം. ഒരു പക്ഷേ വല്യമ്മാവ് നേരം പോക്കുന്ന മാല എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ? അച്ഛൻ വരട്ടെ. അല്ലയോ, ഇത് സ്വല്പം സൗകര്യത്തിലാണല്ലോ. ഇതെവിടെ നിന്ന് കിട്ടി? ദൈവം സഹായിച്ച് പണത്തിന് ഇതുവരെ ബുദ്ധിമുട്ട് വന്നു. എന്നാൽ ഇത് എവിടെ നിന്ന്? നമുക്ക് എവിടെ നിന്ന് ജോലി ഇരിക്കുന്നു. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്. അവൾ തരുന്നു, നാം ചെലവഴിക്കുന്നു. അളിയം ഭാഗ്യവാൻ. നമുക്കുണ്ടൊരു ലവ്. പക്ഷെ ദാരിദ്ര്യവാസി ഒന്നും തരുന്നില്ല. ആളാരും ഇപ്പൊ പറയുകയാണ്.
ഒന്ന് രണ്ട് പേരുടെ ഒപ്പീനിയൻ കൂടി അറിയാനുണ്ട്. നമ്മുടെ കുറുപ്പമ്മാവനാണ് ഏറ്റിരിക്കുന്നത്. കുട്ടിയെ A1 ലഡു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആലോചിക്കാം. അറിഞ്ഞാൽ എന്നെ ബഹുമാനിക്കും. ഗോപൻ ചേട്ടനോട് പറയാതെ പോയെങ്കിൽ സംശയിക്കണം. ചിലപ്പോൾ മോള് തന്നെ ഊരി വല്ലെടുത്തും വെച്ചിരിക്കും. പക്ഷേ ഗോപൻ പോയതിനു ശേഷമാണ് മാല കാണാതെ പോയത്. അവന് കുറച്ച് രൂപ വേണമെങ്കിൽ അവന് ചേച്ചിയോട് ചോദിക്കാമായിരുന്നില്ലേ? ആ, കഴുത്തിൽ കിടക്കുന്ന മാല അറുത്തെടുക്കുന്നവൻ കഴുത്തറക്കാനും മടിക്കില്ല. പക്ഷേ രാധമ്മയെ ഓർക്കുമ്പോൾ എനിക്ക് ഒന്നും പറയാൻ വയ്യ. ചേട്ടൻ ക്ഷമിക്കണം. ഇതല്ല, ഇതിനപ്പുറം ചെയ്താലും ഞാൻ അവരോട് ക്ഷമിക്കും. കാരണം എന്താ, അവൻ രാധമ്മയുടെ അനുജനാണ്. ചേച്ചിയുടേതെന്ന് പറയൂ ചേട്ടാ. സത്യത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ജീവിതത്തിൽ എനിക്കൊരു സംതൃപ്തിയുമില്ല. നിദ്രയില്ല, സുഖമില്ല, എപ്പോഴും ഒരു ഏകാന്തത. ഈ ഉദ്യോഗങ്ങളിൽ അവിടെ താമസം. ചേട്ടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയണ്ട. ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെ പോയെങ്കിലും പറയാം. ബാംഗ്ലൂരിലോ ഊട്ടിയിലോ കന്യാകുമാരിയിലോ ഗോവർണത്തോ എവിടെ വേണമെങ്കിലും പോകാം. അല്ലെങ്കിൽ വീട്ടിൽ പോകാം. വരും. ചേട്ടൻ പോയിക്കൊള്ളൂ, ഞാൻ പുറകെ വരാം. ആ, വരൂ, കാറിൽ കയറി. ഇല്ല, ഞാൻ നടന്നുകൊള്ളാം. ആ, എന്താ കയറിയാൽ? കയറിയിട്ടില്ലേ? ഉണ്ട്. അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇനി കയറുകയില്ല. എന്നാ കാർ ഇവിടെ കിടക്കും. ചേട്ടന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം നിന്റെ ഭർത്താവായിരിക്കാനാണ്. ചേട്ടൻ കാറിൽ പോകും. നിനക്ക് വേണ്ടാത്ത കാർ എനിക്കും വേണ്ട. ആ, എന്നാ ഞാനും നടക്കും. രാധേ, എന്നെ പുച്ഛിച്ചുകൊണ്ടുള്ള ഈ പോക്ക് തന്റെ ഇടമാണ്. ആവശ്യത്തിന് പെണ്ണുങ്ങൾ തന്റെ ഇടം കാണിക്കും. യുക്തിവാദമാണോ? അല്ല. ആ, ഞാൻ ചോദിച്ചതിന് മറുപടി. ചേട്ടനോടുണ്ടായിരുന്ന ഭയഭക്തി ബഹുമാനങ്ങൾ നശിച്ചു, അത്രേ ഉള്ളൂ മറുപടി. പക്ഷെ ഒന്നുകൂടി പറഞ്ഞേക്കാം, ചേട്ടൻ എന്റെ ചേച്ചിയുടെ ഭർത്താവാണ്, 2 കുഞ്ഞുങ്ങളുടെ അച്ഛൻ. മേലാൽ ഇമാതിരി കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇവിടെ വരരുത്, എന്നെ കാണരുത്, എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ ജീവിതങ്ങൾ നശിപ്പിക്കാൻ നടക്കുന്നവനല്ല. അനേകം ജീവികൾക്ക് ജീവിതം നൽകുന്ന ഒരു ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. പണവും പദവിയും ഉള്ളവനാണ്. പണവും പദവിയും ഉണ്ടാകുമ്പോൾ പല ഭാര്യമാർ വേണമെന്ന് ആഗ്രഹിക്കരുത്. വേണ്ട വേണ്ട, ഉപദേശമൊന്നും വേണ്ട. നിന്നെ ഒരു മഹാരാജ്ഞിയെ പോലെ. വേണ്ട, എനിക്ക് രാജ്ഞിയാകണ്ട. രാധേ, ചേട്ടൻ പോകൂ, ഞാൻ അമ്മയെ വിളിക്കാം. ഞാൻ അമ്മയോട് പറയാം. ഈ ജന്മം സാധ്യമല്ല ചേട്ടാ, പോകൂ. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം, എന്റെ ചേച്ചിയുടെ ഭർത്താവിനോട്. ഈ വീട് ആരുടേതാണെന്ന് നിനക്കറിയാമോ? അറിയാം, ചേച്ചിക്ക് അച്ഛൻ സ്ത്രീധനം കൊടുത്താണെന്നറിയാം. ഈ വീട്ടിൽ കയറരുതെന്ന് എന്നോട് പറഞ്ഞു. നിന്റെ അമ്മയെ വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആഭാസം പറഞ്ഞാൽ? ആഭാസം പറഞ്ഞാലല്ലേ നിനക്ക് വിഷമമുള്ളൂ. ആഭാസത്തെ കാണിച്ചാലോ?